രഹസ്യ വിവരങ്ങൾ കൈമാറാൻ പക്ഷികളെ ഉപയോഗിച്ച ഒരു കാലത്തെക്കുറിച്ച് പലരും പറഞ്ഞു നമ്മൾക്കറിവുണ്ട്. എന്നാൽ വളർത്തുമൃഗങ്ങളെ ചാരപ്പണിക്കായി ഉപയോഗിച്ചത് ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടേയുള്ളൂ. അവിശ്വസനീയമായി തോന്നുന്ന ഒരു ചാരപ്പണിയെക്കുറിച്ചാണ് അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്നിവിടെ പറയുന്നത്. ആധുനിക യുഗത്തിൽ നടന്ന ഈ സ്പൈവർക്കിനായി ഉപയോഗിച്ചതാവട്ടെ ഒരു പൂച്ചയെയും. 1960കളിലെ ശീതയുദ്ധകാലം. സോവിയറ്റ് യൂണിയനും അമേരിക്കയും നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിലും പല സ്ഥലങ്ങളിലും അവർ ഒളിഞ്ഞും തെളിഞ്ഞും പല രൂപത്തിലും യുദ്ധത്തിലേർപ്പെട്ടു. ഓരോ വ്യക്തികളെയും ചാരക്കണ്ണുകളാലാണ് ഇരു രാജ്യങ്ങളും അക്കാലത്ത് നോക്കിയിരുന്നത്. ഇരു രാജ്യങ്ങളെയും കുറിച്ചുള്ള അജ്ഞാത വിവരങ്ങൾ ശേഖരിക്കാൻ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം രഹസ്യ ചാരന്മാർ നടന്നിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. അന്ന് ഓരോ തെരുവിൻ്റെ മൂലയും രഹസ്യ വിവരങ്ങളുടെ കൈമാറ്റത്തിൻ്റെ അരങ്ങായി മാറി. വാഷിങ്ടണും മോസ്കോയും അപരിചിതരായവരെ അന്ന് സംശയത്തിൻ്റെ കണ്ണുകളോടെയാണ് നോക്കിയിരുന്നത്. ശത്രു രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തങ്ങളുടെ വിജയത്തിൻ്റെ ചവിട്ടുപടിയായി അവർ കണ്ടതുകൊണ്ട് പലപ്പോഴും പല വിവരങ്ങളും ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഓരോ രാജ്യങ്ങളും. രഹസ്യങ്ങൾ ചോർത്താൻ ഭരണാധികാരികൾ പണം വാരിക്കോരി ചെലവിട്ടു. അമേരിക്കയുടെ ചാരസംഘടനയായ CIA-യും അതേപോലെ തന്നെ റഷ്യയുടെ ചാരസംഘടനയായ KGB-യും ഇക്കാര്യത്തിൽ ഒട്ടും പുറകിലായിരുന്നില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സംഭവം CIA-യുടെ ചാരപ്പണികൾ ഏതൊക്കെ തലത്തിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. CIA-യുടെ ആസ്ഥാനത്ത് പുത്തൻ തന്ത്രങ്ങളുടെ ചർച്ചയിൽ ഉദ്യോഗസ്ഥർ മുഴുകി. ഇതുവരെ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത വിധത്തിലുള്ള ചാര ഉപകരണങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ചകൾ കൂടുതലും. ശത്രുരാജ്യം അറിയാതെ അവരുടെ വിവരങ്ങൾ എങ്ങനെയൊക്കെ ചോർത്തിയെടുക്കാമെന്ന ചർച്ചയിലായിരുന്നു പലപ്പോഴും CIA ഉദ്യോഗസ്ഥർ. മനുഷ്യ ചാരന്മാരെ തിരിച്ചറിയാൻ ഇരു രാജ്യങ്ങൾക്കും പ്രത്യേക കഴിവുകൾ ഉള്ളതുകൊണ്ട് ഇനി മുതൽ മനുഷ്യ ചാരന്മാരുടെ ഉപയോഗം പലപ്പോഴും പിടിക്കപ്പെടാൻ കാരണമാകുമെന്ന് ആ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അത്തരമൊരു ചർച്ചയിലാണ് വളരെ വിചിത്രമായ ഒരാശയം ഉയർന്നു വന്നത്. CIA-യുടെ ഒരു ഉദ്യോഗസ്ഥൻ വളരെ തന്മയത്വത്തോടു കൂടി ഒരു ചോദ്യം ചോദിച്ചു. ഒരു പൂച്ചയെ ചാരനാക്കാൻ സാധിക്കുമോ? CIA-യുടെ ഗവേഷണ വിഭാഗം ഇതിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു, പൂച്ചയെ ആരും സംശയിക്കില്ല. പൂച്ചയാണെങ്കിൽ ഏത് സ്ഥലത്തും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും കയറിച്ചെല്ലാൻ സാധിക്കും. പൂച്ചയിലൂടെ ശബ്ദം രേഖപ്പെടുത്തി അത് ട്രാൻസ്മിറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കുമെന്ന് അവർ കൂലങ്കുഷമായി ചർച്ച ചെയ്തു. എന്നാൽ പല ഉദ്യോഗസ്ഥരും ഇതിനെ ഒരു തമാശ രൂപേണയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഹാളിൽ ചിരി പടർന്നു. എന്നാൽ ശീതയുദ്ധകാലം അങ്ങനെയായിരുന്നു. ഏതെങ്കിലും ഒരു ആശയത്തിന് 1% പോലും സാധ്യതയുണ്ടെങ്കിൽ അവർ അതിനു പുറകെയായിരിക്കും. വിചിത്രമായ എല്ലാ ആശയങ്ങളും പരീക്ഷിക്കപ്പെടും. CIA-യുടെ ഗവേഷണ വിഭാഗം മുന്നോട്ട് വെച്ച ഈ ആശയമായിരുന്നു പ്രൊജക്റ്റ് അക്വാസ്റ്റിക് കിറ്റിക്ക് തുടക്കമായത്. പൂച്ചയുടെ ശരീരത്തിൽ ഇലക്ട്രോണിക് യന്ത്രങ്ങൾ ഘടിപ്പിക്കാനുള്ള ശസ്ത്രക്രിയ ആരംഭിച്ചു. വിദഗ്ധരായ വെറ്റിനറി സർജന്മാർ, എഞ്ചിനീയർമാർ, ഓഡിയോ വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒരു സംഘം അസാധാരണമായ ആ ഓപ്പറേഷൻ ആരംഭിച്ചു. പൂച്ചയുടെ വയറിനുള്ളിൽ ട്രാൻസ്മിറ്ററും ചെവിക്കുള്ളിൽ മൈക്രോഫോണും നട്ടലിൻ്റെ ഭാഗത്ത് ആൻറ്റിനയും ഘടിപ്പിച്ചു. ഇവയുടെ എല്ലാം പ്രവർത്തനത്തിന് ആവശ്യമായ ബാറ്ററിയും അതോടൊപ്പം തന്നെ വയറിനുള്ളിൽ സ്ഥാപിച്ചു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ പൂച്ച പോലെ തന്നെയായിരുന്നു അത്. ശരീരം, ശ്വസനം, ചലനം എല്ലാം സാധാരണ പൂച്ചയുടേതുപോലെ തന്നെ. പൂച്ചയെ ഈ രൂപത്തിലേക്ക് മാറ്റാൻ മാസങ്ങളെടുത്തു. $1 ബില്യൺ അമേരിക്ക അന്ന് ചെലവാക്കിയത്. പക്ഷെ കാര്യങ്ങൾ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. പൂച്ചയ്ക്ക് എങ്ങനെ പരിശീലനം കൊടുക്കും? പൂച്ചയെ പരിശീലിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ശരീരത്തിൽ ഉപകരണങ്ങൾ ഘടിപ്പിച്ചതോടുകൂടി ശാസ്ത്ര വിഭാഗത്തിൻ്റെ പണി കഴിഞ്ഞിരുന്നു. എന്നാൽ മനുഷ്യ ചാരന്മാരെ പോലെ പൂച്ചയെ പരിശീലിപ്പിക്കാനാകുമോ? പല അഭിപ്രായങ്ങളും ഉയർന്നു. പൂച്ചയൊരു നായയല്ല. അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിർദ്ദേശങ്ങളൊന്നും കേൾക്കില്ല. സ്വന്തം താല്പര്യപ്രകാരമാണ് നടക്കുക. എങ്കിലും പൂച്ചയെ പരിശീലിപ്പിക്കാൻ CIA ട്രെയിനർമാരെ വെച്ചു. ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നടക്കുക, ഭക്ഷണങ്ങൾ അവഗണിക്കുക, കുറച്ചു മിനിറ്റുകൾ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുക എന്നിവയായിരുന്നു പൂച്ചയ്ക്കുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ.
മാസങ്ങളെടുത്ത പരിശീലനത്തിനു ശേഷം CIA തോന്നി ഈ പൂച്ച ഇപ്പോൾ ചാരപ്രവർത്തനത്തിന് റെഡിയാണ്. വാഷിംഗ്ടൺ DC മുന്നിലുള്ള സോവിയറ്റ് എംബസിക്ക് എതിർവശമുള്ള പാർക്ക് ആദ്യ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തു. ഒരു വാനിനകത്ത് സിഗ്നൽ സ്വീകരിക്കാനുള്ള ഉപകരണങ്ങൾ, ടെക്നീഷ്യന്മാർ, ഉദ്യോഗസ്ഥന്മാർ എന്നിവരെല്ലാം തയ്യാറായി നിന്നു. അവരെല്ലാം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പൂച്ചയുടെ ചലനങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു. പൂച്ചയെ പതുക്കെ പുറത്തേക്ക് വിട്ടു. ഒരു ബെഞ്ചിലിരുന്ന് സംസാരിക്കുന്ന 2 സോവിയറ്റ് ഉദ്യോഗസ്ഥരായിരുന്നു പൂച്ചയുടെ ടാർഗറ്റ്. അവരുടെ സംസാരം റെക്കോർഡ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ ശരീരത്തിൽ ഘടിപ്പിച്ച പൂച്ച മെല്ലെ അവരുടെ അടുത്തേക്ക് നടന്നെടുത്തു. കുറച്ച് ചുവടുകൾ മുന്നോട്ട് നടന്ന പൂച്ച പിന്നീട് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു. അത് വേറെ റോഡിലേക്ക് തിരിഞ്ഞ് ചുറ്റും നോക്കി. അതിവേഗത്തിൽ വന്ന ഒരു കാർ പൂച്ചയെ ഇടിച്ചു തെറിപ്പിച്ചു. വർഷങ്ങളോളം നീണ്ട ഗവേഷണം, $1 മില്യൺ ചിലവ് എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു. വാനിനകത്താകട്ടെ ആ മിഷന്റെ ആസൂത്രകർ നിശബ്ദരായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ CIA തങ്ങളുടെ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചു. ഉപകരണങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിച്ചു. പക്ഷേ പൂച്ചയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല. പ്രൊജക്ട് അക്വാസ്റ്റിക് കിറ്റി CIA പ്രധാനപ്പെട്ട യുദ്ധസ്മാരകങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. ഒപ്പം CIA പ്രശസ്തമായ ആ വാചകവും: ചാരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിയന്ത്രണശേഷി പൂച്ചകൾക്കില്ല.